എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാലേ എൻ്റെ പേര് പറയല്ലേ സാറേ. നീ അതൊന്നും പേടിക്കണ്ട. ആ സത്യത്തിൽ നിന്റെ അമ്മാവന്റെ മോളൊരു വഴിമുടക്കി തന്നെ. അല്ലെങ്കിലും ആ പെൺകുട്ടിയെ കാണേണ്ടായിരുന്നില്ലേ? നിന്റെ കവിത പാടിയ കുട്ടിയെ. അല്ല, എനിക്കിപ്പോഴും അത്ഭുതം മാറിയിട്ടില്ല. എനിക്കും നിനക്ക് മാത്രം അറിയാവുന്ന ആ കവിത വേറൊരാൾ ചൊല്ലുകയെന്ന് പറഞ്ഞ. എടാ സത്യം പറ, നീ അടിച്ചു മാറ്റിയ കവിത ഒന്നും അല്ലല്ലോ. പോടാ അവിടുന്ന്. എന്നാലും അത് ആരായിരിക്കും ഞാൻ ആഗ്രഹിച്ച അതേ ഭാവം കൊടുത്ത് അങ്ങനെ പാടിയത്? എന്റെ വരികൾക്ക് ഇത്രത്തോളം ഭംഗിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്റെ വിഷയം ഇപ്പൊ എന്താ? നിന്റെ കവിത പാടിയ പൂങ്കുയിലാരെന്നറിയണം. അറിയാം. എന്തായാലും നമ്മുടെ കോളേജിൽ നിന്ന് തന്നെയല്ലേ, നമ്മൾ കണ്ടെത്തും. അല്ല, കണ്ടെത്തിയിട്ട് എന്തിനാ? പ്രത്യേകിച്ചൊന്നിനുമല്ല, ഒന്ന് കാണണം, പരിചയപ്പെടണം, അത്രേ ഉള്ളൂ. കവിയുടെ അന്വേഷണമാണ് കവിതയിലൂടെയുള്ള അന്വേഷണം. മോനെ ഹരിശങ്കരേ, കവി, ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. എനിക്കുറപ്പാ. ഇവളിത് എവിടെ പോയി? എന്ത് പറ്റിയിടും നിനക്ക്? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ ചത്തതിന് കാവലിരിക്കുന്ന പോലെ ഇരിക്കുന്ന എന്തിനാ? എഴുന്നേറ്റ് വന്നേ. അമ്മായി പോയിക്കോ, ഞാൻ വന്നോളാം. എന്നോടും എന്റെ മോനോടുമുള്ള പ്രതിഷേധം വല്ലതുമാണോ? ദേ, പറയാനുള്ള വാക്കും പറഞ്ഞു കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടേ അച്ഛനോ മോൾക്കോ വാക്കുമാറാൻ തോന്നിയാലുണ്ടല്ലോ, നളിനിയുടെ തനി സ്വഭാവം. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്ത് പറഞ്ഞാലും നളിനിയുടെ സ്വഭാവം, നളിനിയുടെ സ്വഭാവം. ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചിട്ട് എന്ത് സുഖം അമ്മായിക്ക് കിട്ടുന്നേ? ഒരാളോട് ഒരു മര്യാദയില്ല. കല്യാണം നിശ്ചയിച്ച ഒറ്റ കാരണത്തിന്റെ പേരില് ഈ വീട്ടിൽ വരുന്നവരെ നാണം കെടുത്താനൊന്നും അമ്മായിക്ക് അവകാശമില്ല. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ആ കാശുകാരത്തി കൊച്ചമ്മ ഇറങ്ങിപ്പോയത് നിനക്കങ്ങ് പേടിച്ചില്ല? അതെ, ഒട്ടും പിടിച്ചില്ല. അവര് അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നാ വന്നത്. അന്തസ്സായിട്ട് പെരുമാറാനും അറിയാം. അവരോട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നത് അന്തസ്സില്ലായ്മ തന്നെയാ. വന്നുപോയവർക്ക് അന്തസ്സുണ്ട്, എനിക്കേ അതില്ല. നിന്റെ കഴുത്ത് ഞാൻ എന്താ ഞെരിക്കാത്തെന്നറിയാമോ നിനക്ക്? നാളെ എന്റെ മകന്റെ കൂടെ ജീവിക്കേണ്ടവളാ നീ. ദേ മോളെ, അമ്മായി ഒരു കാര്യം പറഞ്ഞേക്കാം. ആക്ഷേപിക്കുന്നത് നീയല്ല, നിന്റെ അച്ഛനല്ല, ഈ ലോകത്തെ ഏറ്റവും വലിയവനാണെങ്കിലും ഈ നളിനി അത് ക്ഷമിക്കില്ല, പൊറുക്കില്ല. നിനക്കേ ഇനി ഞാനും എന്റെ മോനുമേ ഉള്ളൂ. അത് വിട്ട് കൂടുതലൊന്നും ഓർക്കാതിരിക്കാൻ ഈ അടി മുഖത്തിരിക്കട്ടെ. മര്യാദയ്ക്ക് കണ്ണീര് തുടച്ച് അകത്തേക്ക് വാടി. അവളുടെ ഒരു കരച്ചില്. ഹലോ ശ്രേയ, എന്താടി ഒരു കോൾ ഇല്ല, മെസ്സേജ് ഇല്ല? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇവിടെ ആകെ പ്രോബ്ലം. ഇവിടെ നിന്ന് ചാടാന്ന് വെച്ചാ അച്ഛന്റെ കടുംപിടുത്തോ. കർഷകന്റെ നിലപാടെന്താ? അയാളാണ് അച്ഛനെ ചീത്തയാക്കുന്നത്. ഇറങ്ങിപ്പോയാ ഒരു തരി സ്വത്ത് പോലും തരില്ലെന്നാ അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? തൽക്കാലം വേറെ എന്താ ഓപ്ഷൻ? വീണ, ഞാനൊരു കാര്യം പറയാം. ഈ കാരണവന്മാർക്ക് മുടിഞ്ഞ അഭിമാനബോധം.
തൽക്കാലം കുഴപ്പമുണ്ടാക്കാതെ നിൽക്കുന്നതാ നല്ലത്. ഒതുങ്ങി നിന്ന് നിന്റെ കരിയറിനെ ശ്രമിക്ക്. എന്തായാലും അച്ഛന്റെ സ്വത്ത് വിട്ടുകളയണ്ട. പാടവും പറമ്പും ഒക്കെ ആയിട്ട് ഒരുപാടുള്ളതല്ലേ. അല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ചാടിയേനെ. വിളിച്ചു. വൈകാതെ അവൻ എന്തെങ്കിലും ശരിയാക്കും. ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തോളാം. നമ്മളൊന്ന് ചിരിച്ചു പെരുമാറിയ അത് വിശ്വസിച്ചോളും. എന്റെ മോളെ പോലെ ഒരു പാവമില്ലെന്ന് അച്ഛനെ കൊണ്ട് പറയിക്കണം. ഓക്കേടി, ഞാനൊന്ന് നോക്കട്ടെ. റിസൾട്ട് ഞാൻ വിളിച്ചു പറയാം. ശരി. கடவுளை பேயா என்னது? அதென்ன? கடவுளை இவன இந்த நேரத்தில் இவன் எங்க போகுது? அந்த பொட்டியில என்ன இருக்கு? திருடனா இவரு? அட பாவி, என்னடா பண்ற? அப்பா டேய், അയ്യോ, പാമ്പ്! അയ്യോ! ഓടി വരണേ! ആരെങ്കിലും ഓടി വരണേ! പാമ്പ്! അയ്യോ! എവിടുന്നാ ഒരു കരച്ചില് കേട്ടത്? ഞാനും കേട്ടു അമ്മേ. ആരെങ്കിലും ഓടി വരണേ! അയ്യോ! അത് സാറയുടെ വീട്ടിൽ നിന്നാണല്ലോ. മോളെ നീ ഏട്ടനെന്ന് പോയി വിളിച്ചേ. ശരവണ, സാറയുടെ വീട്ടിൽ എന്തോ ബഹളം കേൾക്കുന്നുണ്ട്. എന്താണെന്നൊന്ന് പോയി നോക്കി. മാഡം, അത് വന്ന് ഞാൻ അങ്ങ് ഒറ്റയ്ക്ക് പോയാ. നീയൊക്കെ എന്തിനാടാ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അത് ഏട്ടാ, ഏട്ടാ, ഏട്ടാ ഒന്ന് എണീക്ക്. സാറയുടെ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. നീ ഒന്ന് പോയേ, എനിക്ക് ഉറക്കം വരുന്നു. മോനെ നീ ഒന്ന് വന്നേ. സാറയുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് ചെന്ന് നോക്കണം. അവളുടെ വീട്ടിൽ എപ്പോഴും പാർട്ടിയൊക്കെ നടക്കുന്നതല്ലേ. അവളുടെ കൂട്ടുകാരെങ്കിലും ബഹളം വെക്കുന്നതായിരിക്കും. അതിന് നമ്മൾ പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും ഓടി വരണേ! അയ്യോ! മോനെ നിന്നോട് എഴുന്നേറ്റ് വരാനാ പറഞ്ഞത്. അയൽപ്പക്കത്ത് ഒരാൾ കരയുമ്പോ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് മനുഷ്യത്വമല്ല. നീ വാ വാ മോളെ.
இவ என்ன பண்ணி வச்சிருக்கன்னு யாருக்கும் தெரியலப்பா. നീ വരുന്നില്ലേ? ദാ വരുന്നു. വാ. நான் ஒன்றும் பார்க்கலே. അയ്യോ, എന്തു പറ്റി സാറാ? ആന്റി, എന്റെ ബെഡ്റൂമിൽ ഒരു പാമ്പ്. അതെന്റെ കട്ടിലിനടുത്ത് വരെ വന്നു. എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ലൈറ്റ് ഇട്ട് നോക്കുമ്പോ പത്തെടുത്ത് നിൽക്കുക. വീടിനകത്ത് എങ്ങനെയാ പാമ്പ് കയറിയത്? എനിക്കറിയില്ല ആന്റി, എനിക്കറിയില്ല. ഒന്നും സംഭവിച്ചില്ലല്ലോ. മോള് പേടിക്കാതിരിക്കെ. മോനെ, പാമ്പ് പിടുത്തക്കാരെ ആരെങ്കിലും ഇപ്പൊ കിട്ടുവോ? ഈ നേരത്തെ ആരെ കിട്ടാനമ്മേ? പിന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? തൽക്കാലം വീട് കൂട്ടിയേക്ക്. നാളെ പകൽ ആരെങ്കിലും വിളിച്ചു നോക്കാം. ഞാനൊന്ന് നോക്കാമേ. നിക്ക്, ഒരു വട്ടി കിട്ടുമെന്ന് നോക്കട്ടെ. അയ്യോ ഏട്ടാ, വേണ്ട. ഏട്ടൻ പോവണ്ട. സാരമില്ല, ഞാൻ നോക്കാം. എടാ മോനെ, കൺമുമ്പിലൊരു ആപത്ത് വരുമ്പോ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയല്ലേ അമ്മേ? எதுக்குடா இதெல்லாம்? സാറ് വാ. ഞാനില്ല. വരാനാ പറഞ്ഞത്. அந்த பாம்பு அந்த பெண்ணை ஒன்றும் பண்ணாது. ஆனா இந்த கொலகார உள்ள போயா கண்டிப்பா அந்த பெண்ணை கொன்னிடுது. ഈശ്വര, ഒന്നും വരുത്തല്ലേ. നോക്ക്, ജീവൻ സൂക്ഷിച്ച്. സാറാ, മോളെ കണ്ടോ? ആ, കണ്ടു. ജീവൻ പാമ്പിനെ കൊന്നു. கொந்திடுச்சா? പാമ്പിനോട് കളിക്കരുത്. കൊല്ലണ്ടായിരുന്നു. സർപ്പമാണ്. അത് ശരി. ആളുകൾക്ക് ഉപദ്രവമായ കൊല്ലണ്ടേ? കൊല്ലുന്നത് ദോഷ, സർപ്പദോഷം നിസ്സാരമല്ല. എന്റെ പൊന്നു ചേച്ചി, നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? മോനെ, അങ്ങനെ പറയരുത്. ഇവര് പറഞ്ഞത് കാര്യമാ. ആരെങ്കിലും അതിനെ ഒന്നെടുത്ത് മാറ്റുമോ? മോളെ, നിനക്ക് തനിച്ചു കിടക്കാൻ പേടിയുണ്ടോ? ഇല്ല. ഇനി എന്തിനാ പേടിക്കുന്നത്? ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്താടാ? ஒன்றும் சார். എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട. ഏട്ടനെ സമ്മതിക്കണം. ഏട്ടന് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. எனக்கு மட்டும் தானே தெரியும். വേണ്ടപ്പെട്ടവർക്കൊരാപത്ത് വന്നാൽ എന്റെ മോൻ സ്വന്തം ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കില്ല. ஆமா ஆமா.
എവിടെ പോവാ? ഒന്ന് അമ്പലത്തിൽ പോവാ മോളെ. എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നേ? ഞാൻ കൂടെ റെഡി ആവുമായിരുന്നല്ലോ. വേണ്ട മോളെ, ഞാൻ കുറച്ച് വൈകും. കുറച്ച് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പരിഹാര കർമ്മോ? സാറയുടെ വീട്ടില് ജീവൻ ആ പാമ്പിനെ കൊന്നില്ലേ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ആ ചിന്തയിലായിരുന്നു. അതിനിനി എന്തെങ്കിലും നാഗദോഷം ഉണ്ടോന്ന് അറിഞ്ഞൂടാ. സാറയെ രക്ഷിക്കാൻ അമ്മ തന്നെയല്ലേ ഏട്ടനോട് പറഞ്ഞേ? അപ്പൊ പിന്നെ അതെങ്ങനെയാ പാപാകുന്നേ? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. തിരുമേനിയോട് ചോദിക്കണം പരിഹാരം എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മ നിന്നേ. ഏട്ടൻ പാമ്പിനെ കൊന്നതിന്റെ പേരിലല്ല ഈ യാത്ര എന്ന് എനിക്കറിയാം. വിവാഹം നടക്കില്ലെന്നറിഞ്ഞ് തിരിച്ചു വന്നതു മുതല് അമ്മ നല്ല വിഷമത്തില, അതല്ലേ? ശരിയാ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് കയ്യെത്തും ദൂരത്ത് വരെ വരിക, എന്നിട്ടത് തട്ടിത്തെറിച്ച് പോവുക. അത് പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്ന കാര്യമല്ലല്ലോ. നമ്മളല്പം വൈകിപ്പോയി എന്നുള്ളത് സത്യ. എന്നാലും നമ്മുടെ കുറ്റമല്ലല്ലോ അമ്മേ. ആരുടെ കുറ്റം? ആരാ കാരണം? അതൊന്നുമല്ല. നഷ്ടം വലുതാണ്. മനസ്സുകൊണ്ട് ഞാനങ്ങ് സ്വീകരിച്ചു പോയി. ഒരു ജന്മം മുഴുവനും കൂടെ ഉണ്ടാവുമെന്ന് ആഗ്രഹിച്ചു പോയി. എല്ലാം ഭഗവാൻ തീരുമാനിക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. അച്ഛാ, ഞാൻ അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. ആയിക്കോട്ടെ മോളെ. അല്ലെങ്കിൽ ഇപ്പൊ പോണ്ട. അതെന്താ അച്ഛാ? നളിനി തല്ലിയപ്പാട് മുഖത്ത് തളിർത്ത് കിടപ്പുണ്ട്. അത് കണ്ടിട്ട് ഓരോരുത്തർ ഓരോന്ന് ചോദിക്കണ്ട. ഞാൻ എന്തേലും കള്ളം പറഞ്ഞോളാം. അമ്മായിക്ക് തല്ലാനും കൊല്ലാനും ഒക്കെ അവകാശം ഉണ്ടല്ലോ അച്ഛാ. കൊടുക്കാനുള്ള കാശിന് പകരം കിട്ടിയ മുതലല്ലേ മോളെ. ഞാൻ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അമ്മായി പറഞ്ഞു തിരുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അതിന്റെ ഗതികേടാ നിന്റെ മുഖത്ത് പാടായി കിടക്കുന്നേ. കടബാധ്യതക്കാരനല്ലായിരുന്നെങ്കിൽ നിന്റെ ദേഹത്തൊരു ചെറുവിരൽ പതിയാൻ അച്ഛൻ സമ്മതിക്കില്ലായിരുന്നു. പതിഞ്ഞാൽ ആ നിമിഷം അവളെ അച്ഛൻ കൊന്നുകളയായിരുന്നു. വെറുതെ ഓരോന്ന് പറഞ്ഞ് അച്ഛന്റെ മനസ്സിലെ വേദന കൂട്ടണ്ട. ആരുമില്ലാത്തവർക്ക് ദൈവാതുണ. നിന്റെ സങ്കടങ്ങൾ മുഴുവൻ നീ ആ നടയിൽ ചെന്നതെന്ന് പറയാ. എന്തെങ്കിലും ഒരു പരിഹാരം ഭഗവാൻ ഉണ്ടാക്കിത്തരും. അല്ലാതെ അച്ഛൻ എന്ത് പറയാനാ? ദേ, അമ്പലത്തിൽ കുറച്ചു നേരം നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോ എന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പമ്പ കടന്നിട്ടുണ്ടാവും. അച്ഛനും അതുപോലെ ആവണം കേട്ടോ. ദൈവമുണ്ട് അച്ഛാ, നമ്മുടെ കൂടെ തന്നെയുണ്ട്. സർപ്പദോഷത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭഗവാൻ കാത്തോളൂ. ഏതെങ്കിലും ഒരു സർപ്പക്കാവിൽ ചെന്ന് പ്രാർത്ഥന നല്ലതാ. അല്ലെങ്കിൽ സർപ്പക്കളം നടക്കുന്ന ഏതെങ്കിലും ഒരിടത്ത് പൂക്കുല സമർപ്പിച്ച് ഒരു പ്രാർത്ഥന. അതിന് സർപ്പക്കളം നടക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലെ ഒരു സർപ്പക്കളം നടക്കുന്നുണ്ട്. ബുദ്ധിമുട്ടില്ലാച്ചാ പരിഹാരം അവിടെ ചെന്ന് നടത്താം. അദ്ദേഹത്തെ എനിക്കറിയാം. എങ്കിൽ അത് തന്നെ ചെയ്യാം. ആയിക്കോട്ടെ.